അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ മുഅ്മിനീങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനക്ക് സന്തോഷമുണ്ടാ, അവന് വിജയിക്കറാണ, അവൻ്റെ മനസ്സിലെ നെമ്മതി എങ്ങനെയൊക്കെ ചെന്നിട്ടു നോക്കൂ. 4 കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിപാടി 4 കാര്യങ്ങൾ വിജയത്തെ ലക്ഷണമാണ് നബി തങ്ങൾ ചൊല്ലുന്നത്. ആ 4 കാര്യങ്ങൾ ഇന്നുണ്ടായെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നെമ്മതിയും ശാന്തിയും സമാധാനവും അവന് എല്ലാ അർത്ഥത്തിലും വിന്നാവിടെ ആളുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കട്. ആ 4 കാര്യങ്ങൾ ഇല്ലണ്ടായെങ്കിൽ അവൻ ഒരിക്കലും വിന്നാവില്ല. അവന് അവലക്ഷണ ഇന്നവനും ലക്ഷണ കെട്ടവനുണ്ടായിട്ടിക്കട്. ഇതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കുക സാധ്യ. അവിടെ ഒന്നാമതായിട്ട് നബി തങ്ങൾ ചൊല്ലു അൽ മർഅത്തു സ്വാലിഹ, സജ്ജനയായ ഒരു പെണ്ണ്, ഒരു ഭാര്യ അവന് കിട്ടിയുണ്ടായെങ്കിൽ അത് അവന് വിജയിക്കടെ ഏറ്റവും വലിയ ലക്ഷണമാണ് നബി തങ്ങൾ ചൊല്ലും. ഒരു സ്വാലിഹായ പെണ്ണ് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആറുമില്ലല്ലേ. സ്വാലിഹായ പെണ്ണ് കിട്ടിയുണ്ടായെങ്കിൽ അവൻ്റെ ദീനിയായ എല്ലാ കാര്യങ്ങളിലും അവൾ സപ്പോർട്ടാക്കിടാൾ, നല്ല എല്ലാ വിഷയത്തിലും ഹൈറായ എന്തെല്ലാം കാര്യങ്ങൾ ആക്കുക അവിടെ അതെല്ലാത്തും അവൾ മോട്ടിവേറ്റ് ആക്കിടാൾ. അവൾ ഇന്ന് അത് നല്ലൊരു ഇസ്ലാമിക് ആയിട്ടുള്ളൊരു അവൈറ്റിക്കട് പരിശുദ്ധമായ ഖുർആൻ ഓതിയോണ്ടും അവിടെ അങ്ങനെ ഒത്തിക്കണമെങ്കിൽ മക്കളെ നല്ലതുപോലെ ഇസ്ലാമിയായ രൂപത്തിൽ വളർത്തരെ, കുടുംബത്തിൽ ദീനിയായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കടെ, മാപ്പിളയുടെ എന്തും ഗലാട്ടാക്കാണ്ട് മാപ്പിളയുടെ അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് ജീവിക്കണമെങ്കിൽ തോറും പെണ്ണ് അവളേറ്റിക്കടെ സ്വാലിഹായ പെണ്ണ്. ആ സ്വാലിഹായ പെണ്ണ് കിട്ടിയിട്ടുണ്ടായെങ്കിൽ ആ കിട്ടരുത് അവന് വിജയിക്കുന്ന ലക്ഷണമാണ് മഹാന്മാർ ചൊല്ലാറ്. ഇത് ആണുങ്ങളെ സംബന്ധിച്ച് ചെന്നതായിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് കിട്ടണമെങ്കിൽ നല്ല ദീനിയായ ഇസ്ലാമിയായ ദീനുള്ളെങ്കിലത്തെ സ്വാലിഹായ മാപ്പിള കിട്ടിയിട്ടുണ്ടെങ്കിലും അവൾക്കും അതൊരു വിജയത്തെ ലക്ഷണമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുക അവിടെ. ഇനി രണ്ടാമത്തെ കാര്യം വൽ മസ്കനുൽ വാസിഉ, വിശാലമായ ഒരു താമസിക്കുവാനായിട്ടുള്ളൊരു വേണം. നല്ലൊരു കിട്ടണമെന്നിട്ട് ആഗ്രഹിക്കാത്ത ആരുമില്ലല്ലേ. എല്ലാ ടൈമിലും ബാടിക തെക്കരെ ചെന്നിട്ട് ആഗ്രഹിക്കണം ആരുമില്ല. സ്വന്തമായിട്ട് വേணுണ്ട് എല്ലാ ആൾമാരും എന്താക്കിടാറ് ആഗ്രഹിക്കരുത്. ഇട്ടിക്കിട ഞങ്ങളെ ഒത്തുള്ളൂ, ഞങ്ങളെ പെഞ്ഞി, ഞങ്ങളെ മക്ക, ഞങ്ങൾ മാത്രം ഇക്കോണോണ്ട് ചെന്നിട്ട് ജീവിക്കരുത് ആഗ്രഹിക്കരുത്. നോർമലി കോമൺ ആയിട്ടിക്കട്. അതേ സമയത്ത് ബാടികളെ ഒത്തു തെക്കിടങ്ങ, അതുപോലെ തറവാടിലെ ഒത്തു തെക്കിടങ്ങ, അങ്ങനെ കഷ്ടപ്പാട് അങ്കേ കൊന്തു. അതേ സമയത്ത് ഞങ്ങൾ താമസിക്കണമെങ്കിൽ എപ്പോഴും വിശാലമായിട്ട് വേണം. എല്ലാത്തിനും വിശാലമായിട്ട്, എല്ലാത്തിനും സ്പേസ് വേണം. ഉദാഹരണത്തിന് ഒരു ബെഡ്റൂം എടുക്കലുണ്ടായെങ്കിൽ ബെഡ്റൂമിൽ കപ്പാട്ട്, ബെഡ്, അതുപോലെ ഇതെല്ലാം വെച്ചാൽ പിന്നെ അപ്പുറത്ത് നടക്കണമെങ്കിൽ ഒരു സൗകര്യ വിശാലമായിട്ട് വേണം. അപ്പുറം പോകുമ്പോൾ അത് താണ്ടേ, ഇപ്പുറം പറയുമ്പോൾ ഇത് താണ്ടെങ്കിൽ കുടുങ്ങിയ ഒരു എപ്പോഴും ഇക്കൊതിയറ വിശാലമായ വേണം. കിച്ചണാകുമ്പോൾ കിച്ചൻ്റെ സൗകര്യ, അതുപോലെ മാസ്റ്റർ ബെഡ്റൂമിൽ അതൊരു സൗകര്യ, അതുപോലെ ഡൈനിങ് ഹാള്, അത് ഇത് എല്ലാം സൗകര്യം ഒത്തിട്ടു ഏതും അപ്പുറം പോകുമ്പോൾ ടച്ചാവാത്ത രൂപത്തിൽ താമസിക്കുക. നെമ്മതി കിട്ടണമെങ്കിൽ ദമ്മൊന്നും കെട്ടാത്ത രൂപത്തിൽ ഇടുങ്ങിയിട്ട് താമസിക്കണമെങ്കിൽ അത് നല്ല ലക്ഷണമല്ല. അതേ സമയത്ത് വിശാലമായിട്ട് എല്ലാത്തിനും സൗകര്യങ്ങളുള്ളതുപോലെ മക്കൾക്ക് വേറെ റൂമു, അതുപോലെ ഡൈനിങ് ഹാള്, കിച്ചണ്, അതിങ്ങനെ തുടങ്ങിയിട്ട് ഒരു വ്യക്തിയുടെ ഔത്തുക നെമ്മതി കിട്ടണമെങ്കിൽ എന്തുള്ള ബണ്ട, എന്തുള്ള ബേന, അതെല്ലാം ഇൻക്ലൂഡായിട്ട് ഒരു കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഒരു കിട്ടരുതേ അവന് വിജയത്തെ ലക്ഷണമാണ് ഹബീബായ തങ്ങൾ പഠിപ്പാട്ട്. മാത്രമല്ല അങ്ങനത്തെ ഒരു ഇന്നെങ്കിൽ മാത്രം ഇട്ടിക്കിട് മാനസികമായിട്ടുള്ളെങ്കിൽ നെമ്മതി കിട്ടേ. കപ്പിൾസിന് നടുവുള്ളൂ മാനസികമായ നെമ്മതി വേണുണ്ടായെങ്കിൽ വിശാലമായ വേണു. ആ വിശാലമായ ഇന്നെങ്കിൽ മാനസിക നെമ്മതി കിട്ടിയെങ്കിൽ മാത്രം ഇട്ടിക്കിട് ശാരീരിക നെമ്മതി കിട്ടേ. ആ നെമ്മതി കിട്ടരുത് വിജയത്തെ ലക്ഷണമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. വിജയത്തെ മൂന്നാമത്തെ ലക്ഷണമായിട്ട് നബി തങ്ങൾ പഠിപ്പാട്ടിത്തൻ്റെ വൽജാറു സ്വാലിഹു, നല്ല സ്വാലിഹായ അയൽവാസി കിട്ടരുത്. അതും വലിയ നസീബായിട്ട് കിടത് എല്ലാ ആൾമാർക്കും കിട്ടില്ല. അപ്പറ ഇപ്പറ ഔത്തങ്ങ താമസിക്കുന്ന ടൈമിലോ അപ്പറ സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, റാഹത്തോടുകൂടെ എന്തെങ്കിലും ഒരു അകത്യം വരുമ്പോൾ അപ്പുറത്തൊത്തു പോയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അകത്യം വരുമ്പോൾ ഇപ്പുറത്തൊത്തു പോയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ഒരു സാഹചര്യ ആർക്ക് കിട്ടുക അവണു നെമ്മതി അവണു സന്തോഷത്തിൽ ജീവിക്കണമെന്നൊരു ഹബീബായ തങ്ങൾ പഠിപ്പാട്ട്. അതേ സമയത്ത് അയൽവാസികൾക്ക് ഒരുപാട് അപ്പുറത്തെ ബാധ്യതകളിക്കട്, ജാഗ്രതാക്കണായ കുറേ കാര്യങ്ങളിക്കട്. അപ്പുറത്തെ ഉത്തരങ്ങ എപ്പോഴും ഞങ്ങൾ ഉപ്പത്രാവിടെ രൂപത്തിൽ ഞങ്ങൾ വെറുതെറ ഏതൊരു അപ്പുറത്തെ ഉത്തരങ്ങ നിരകരണങ്ങ എന്തെങ്കിലും ഹൈറായ കാര്യങ്ങളാക്കുമ്പോൾ അതൊക്കെ സപ്പോർട്ടാക്കണമെങ്കിൽ നിരകരണക്ക് എന്തെങ്കിലും ഒരു കഷ്ട പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അകത്യ പറയുമ്പോൾ അങ്ങനെ ഒട്ടിಗೆ നിന്നിട്ട് അങ്ങക്ക് ധൈര്യം കൊടുക്കണമെങ്കിൽ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനത്തെ ഒരു
അയൽവാസി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായെങ്കിൽ അത് ഞങ്ങൾ വിജയിച്ചൊരു ലക്ഷണം ഉണ്ടായിട്ടിക്കട് നബി തങ്ങ വഴിപാട്ടെ. അതേ സമയത്ത് ഞങ്ങളും ಅಪ್ಪರ್ತೌತ್ತೆ ನೆರಕರಂಡು ನಂಗೆ ನೆನಪಿಕ್ಕಣು ನಂಗೆ ಅಪ್ಪರ್ತೌತ್ತೆಂಗ ಉಪದ್ರಾಕೊತ್ತೀರಾಂಡು ನಂಗೆ ಬೇರಿക്കുന്നത് പോലെമേ ഞങ്ങളും ഞങ്ങളെ അപ്പുറത്തൗത്തെ നിരക്കരക്ക് ബുദ്ധിമുട്ടാക്കാണ്ട് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രോബ്ലം വരാത്ത രൂപത്തിൽ ഞങ്ങൾ ജീവിക്കണ്ടായെങ്കിൽ അത് അങ്ങനത്തെ ഒരു അയൽവാസി അങ്ങനത്തെ ഒരു നിരക്കര കിട്ടിടുത് ഞങ്ങൾക്ക് വിജയത്തെ ലക്ഷണ നെമ്മതിയുടെ ലക്ഷണ നബി തങ്ങ വഴിപാട്ട്. ഇനി നിരക്കരുടെ ആൾമാർട്ട ഞങ്ങൾ ശരിയില്ലുണ്ടായെങ്കിൽ കലാട്ടാക്കിക്കൊണ്ടിരിക്കലുണ്ടായെങ്കിൽ ചെറിയ ചെറിയ വിഷയത്തിൽ വലിയ പർവ്വതീകരിച്ചിട്ട് ഞങ്ങൾ പോകേണ്ടായെങ്കിൽ ഞങ്ങളുടെ നെമ്മതിയും നഷ്ടപ്പെട്ട് കരകാരുടെ അങ്ങനെയും നെമ്മതി നഷ്ടപ്പെട്ടുണ്ടായിട്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കടേ. ഇത് മൂന്നാമത്തെ കാര്യമായിട്ട് നബി തങ്ങ പടിപ്പാട്ടോ. നാലാമത്തെ ലക്ഷണമായിട്ട് നബി തങ്ങ ഞങ്ങൾക്ക് പടിപ്പാട്ടി തന്നത് അൽ മർക്കബുൽ ഹനി ഉണ്ടായിട്ടിക്കട് സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ ഗാഡി ഒരാൾക്ക് വേണം. ഗാഡി അഗത്യ എല്ലാവർക്കും ഉണ്ടല്ലേ. ഗാഡി അഗത്യമില്ലാത്ത ആൾമാരെയൊന്നും ആറുമില്ലല്ലേ. ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ജർണി പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും സിയാറത്ത് പോകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരൗത്ത് ബിരുന്ദർ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങളെ ഫാമിലിയുടെ മീറ്റാവുക പോകുമ്പോൾ, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, എവിടെയൊക്കെ പോകുമ്പോൾ വിശാലമായെങ്കിൽ ഒരു ഗാഡി വേണം. ഒരു ഫാമിലി 2 മക്ക, ഒരു ഉമ്മ, അതുപോലെ പെഞ്ഞയും മക്കളെല്ലാം കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരു അത്യാവശ്യ 4-5 സീറ്റ് ഇന്നെങ്കിൽ ഗാഡിയെങ്കിലും വേണ്ടേ കനിഷ്ഠ. ഉദാഹരണം ചൊന്നുണ്ടായെങ്കിൽ അപ്പത്തെല്ലാം വലിയ ഫാമിലി ആകുമ്പോൾ അത് കൊത്ത ഗാഡി വേണം. അപ്പോൾ ഗാഡി അവൻ്റെ മനസ്സ് നെമ്മതി കിട്ടണമെങ്കിൽ ഗാഡി ആവണം. കുടുങ്ങിയിട്ട് ഇനി ഒരു എവിടെയെങ്കിലും ഒരു മുഖത്ത് പോകുമ്പോൾ പാതിയാലെ വിട്ടിട്ട് പോകണമെങ്കിൽ ഒരു ഗാഡി അത് ഇന്നുണ്ടായെങ്കിൽ അതൊരു ലക്ഷണ നെമ്മതി കിട്ടില്ലാണ്ടായിരിക്കുന്നത്. അതെങ്കിലും അനുഭവമല്ലേ. അപ്പോൾ ഞങ്ങൾ ഒരൗത്ത് എവിടെയെങ്കിലും ഒരു ഫാമിലി മുട്ടാകുമ്പോൾ ഞങ്ങൾ മീറ്റാവുക പോകുമ്പോൾ, എവിടെയെങ്കിലും ഒരു പോകുമ്പോൾ ഞങ്ങളൗത്ത് പുറത്തായ എല്ലാ ആൾമാരെയും കൂട്ടിയോർക്ക് പോകുന്നത് സാധ്യമാവണമെങ്കിൽ ഒരു ഗാഡി കിട്ടുന്നത് അത് അവൻ്റെ നെമ്മതിക്ക് കാരണം അവന് വിജയിച്ച ലക്ഷണമായിട്ട് വിജയിക്കുന്ന ലക്ഷണമായിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങൾക്ക് പഠിപ്പാട്ട്. അപ്പോൾ വിശാലമായ സന്തോഷം കിട്ടണമെങ്കിൽ എല്ലാ ആൾമാരെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഒരു ഗാഡി, ആ ഗാഡി കിട്ടുന്നത് നെമ്മതിയുടെ ലക്ഷണമായിട്ട് നബി തങ്ങ പഠിപ്പാട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് ഓപ്പോസിറ്റായിട്ട് 4 കിട്ടിയിട്ടുണ്ടായെങ്കിൽ അർബഅത്തു മിന ഷഖാവത്തി, ഇതിന് ഓപ്പോസിറ്റായിട്ട് ഇതിന് 4 നേരെ ഓപ്പോസിറ്റായിട്ട് 4 കാര്യങ്ങളുണ്ട്. സ്വാലിഹായ പെണ്ണ് കിട്ടില്ല, സ്വാലിഹത്തായ പെണ്ണല്ല, വെറും ബുദ്ധിമുട്ടാക്കണമെങ്കിൽ, ഇടങ്ങേറാക്കണമെങ്കിൽ, അതുപോലെ ദീനി ഇല്ലാതെങ്കിൽ ഒരു പെണ്ണ് കിട്ടണ്ടായെങ്കിൽ അവന് ഒരിക്കലും വിജയിക്കില്ല. അവന് നാശമായിട്ട് നഷ്ടമായിട്ട് അവന് അധപതിച്ചിട്ട് പോകണ്ടായിട്ടിക്കട് നബി തങ്ങ പഠിപ്പാട്ടേ. അതേപോലെ അവർക്ക് മസ്കനുല്ലയ്യിക്ക് അവനക്ക് നല്ല അവയില്ല, കുടുസായ അവയിട്ടിക്കട് വേണ്ടതുപോലെ എല്ലാ വസ്തുക്കളും വെക്കുകയാവില്ല. ചിലത് രാക്കൽ വെക്കില്ല, ചിലത് ഞെക്കിയിൽ വെക്കട്, എല്ലാ ആൾമാർക്കും കാണ്ട രൂപത്തിൽ ഒന്നും ഭദ്രത്തില്ലാണ്ട് വെക്കണമെങ്കിൽ അവയിട്ടിക്കട് അത് നഷ്ടത്തെ, അത് നാശത്തെ, അത് പരാജയപ്പെട്ടെങ്കിൽ നെമ്മതിയില്ലാത്ത ലക്ഷണമാണ് നബി തങ്ങ ചൊല്ലു. അതുപോലെ സ്വാലിഹായ ഒരു അയൽവാസി കിട്ടില്ല, ഉപദ്രാക്കണമെങ്കിൽ, എന്താക്കിയുണ്ടായെങ്കിലും അഡ്ഡപണ്ടെങ്കിൽ, ചതിക്കണമെങ്കിൽ, മനസ്സിൽ നെഞ്ചു നിറക്ക കാട്ടിയിട്ട് പോകണമെങ്കിൽ അയൽവാസി നിൽക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ അത് നീന്ന് പരാജയപ്പെട്ട ലക്ഷണമായിട്ട് ഏറ്റിക്കിറന്നങ്ങനെ നബി തങ്ങ പഠിപ്പാട്ടെ. അതുപോലെ നിൽക്കില്ല ഗാഡി, അത് നിൽക്കുക വലിയ സന്തോഷമൊന്നും ഇല്ല അതിൽ പോകുമ്പോൾ. എപ്പോൾ നോക്കി ഇങ്ങ് ടെൻഷൻ കിട്ടുക, അതിൽ എപ്പോൾ നോക്കി അങ്ങ് അപകടങ്ങൾ വേണ്ടേ, അല്ലെങ്കിൽ എല്ലാ ആൾമാരെ കുട്ടികൾക്ക് ആവാത്തെങ്കിൽ ഒരു മൊത്തം പോകുമ്പോൾ പാതിയാലെ കുട്ടിയായിട്ട് പാതിയാലെ വിട്ടുപോകണമെങ്കിൽ ഒരു ഗാഡി നിൽക്കൊണ്ടുണ്ടായെങ്കിൽ അത് നല്ല ലക്ഷണമല്ല, നീ വിജയിക്കില്ല, നിൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ട ലക്ഷണം ഉണ്ടായിട്ടിക്കട് നബി തങ്ങ പഠിപ്പാട്ടെ. ഏതായാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങൾക്ക് ഈ 4 ലക്ഷണം പരിപൂർണമായ രൂപത്തിൽ കിട്ടുമെങ്കിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാ ആൾമാരെയും ഉൾപ്പെടുത്തട്ടെ. ഞങ്ങളെ അബ്ബ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ ഏലങ്ങ മൂത്തങ്ങ കുടുംബത്തങ്ങ ആറല്ല എവിടെല്ല എന്തിനുള്ള ഉള്ളാറ പഠിക്കുന്ന കാലം മുതൽ ഈ നിമിഷത്തോട് ഞങ്ങൾക്ക് സഹായിച്ച് സഹകരിച്ച് ഭക്ഷണം തന്നെ ഞങ്ങൾ ദ്വാരന്നെ ഞങ്ങൾക്ക് സപ്പോർട്ടാക്കി ഞങ്ങളെ ഈ ക്ലാസ്സിൽ ഹാദിമീങ്ങ എല്ലാ ആൾമാർക്കും എത്തിപ്പാടി കൊടുക്കണങ്ങ. എല്ലാ ആൾമാർക്കും അള്ളാഹു സന്തോഷമുള്ള ജീവിതം എത്തിപ്പാട്ടിട്ട് സ്വാലിഹീങ്ങളായ ഭാര്യ ഭർത്താക്കന്മാർ, അതുപോലെ സ്വാലിഹീങ്ങളായ അയൽവാസികൾ, നല്ല വിശാലമായ അതുപോലെ നല്ല വിശാലമായ ഗാഡി ഉള്ളെങ്കിൽ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, നെമ്മതിയിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, സന്തോഷത്തോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ, വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാ ആൾമാരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.